ഫെഡറേറ്റ് മലയാളം നെറ്റ്വർക്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ബാംഗ്ലൂരിലെ സാമൂഹ്യ സാംസ്കാരിക കലാ സാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ എസ് കെ നായരാണ്. നമസ്കാരം എസ് കെ നായർ സർ. നമസ്കാരം. താങ്കളുടെ ഏറ്റവും പുതിയ പുസ്തകത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. ഞാനൊരു അത്ര പറയപ്പെട്ട ഒരു എഴുത്തുകാരനൊന്നുമല്ല. എനിക്ക് മലയാളത്തിനോടൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. എഴുതുന്നത് കഴിയുന്നതും പല സ്ഥലങ്ങളിലും പലയിടത്തും എഴുതിയിട്ടുണ്ട്. താങ്കളുടെ നാട്, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയാമോ? ഞാൻ നാട്ടിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് അതിനടുത്ത് മുട്ടം എന്ന ഗ്രാമത്തിൽ ജനിച്ചതാണ്. പഠിച്ചത് കണിച്ചനെല്ലൂർ ലോവർ പ്രൈമറി സ്കൂള്, അത് കഴിഞ്ഞിട്ട് മറ്റം സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷം മങ്ങാളുകര TKM കോളേജിൽ പഠിച്ചു. ആ TKM കോളേജിൽ PUC പഠിച്ചതിന് ശേഷം ബാംഗ്ലൂരിലേക്ക് വന്നു. ബാംഗ്ലൂരിൽ ജോലി സംബന്ധമായിട്ട് വന്നു. ബാംഗ്ലൂരിൽ ഒരു എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റിന് അനുസരിച്ചിട്ട് വന്നു. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. വന്ന് ഒരു വർഷം മാത്രമേ എനിക്ക് ഒരു ചാൻസ് മാത്രമേ എനിക്ക് എയർഫോഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഏജ് ഓവറായി. അത് വിട്ടിട്ട് ITI ടെലിഫോൺ ഇൻഡസ്ട്രീസിൽ നാഷണൽ അപ്രന്റീസ് സ്കീം അനുസരിച്ചിട്ട് അവിടെ ചേർന്നു. ITI എത്ര വർഷം ജോലി ചെയ്തു? ITI 3 വർഷം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം 23 വർഷം സർവീസ് ചെയ്തു. 23 വർഷം കംപ്ലീറ്റ് ആയ സമയത്ത് ഞാൻ ITI റിസൈൻ ചെയ്തിട്ട് ഗാർഡൻ സിറ്റി കോളേജിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോയിൻ ചെയ്തു. അത് ഏത് വർഷത്തിലാണ്? 2000 ഗാർഡൻ സിറ്റി കോളേജിൽ അഡ്മിനിസ്ട്രേറ്റർ. ആദ്യം ചെയർമാൻ്റെ സെക്രട്ടറി ആയിട്ട് ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലായിട്ട് തന്നെ അവിടെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആക്കി. ITI അഥവാ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. എന്നിട്ടും താങ്കൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലി അന്വേഷിച്ചു പോയത് ഈ ജോലിയുടെ പുതിയ സാധ്യതകൾ കൊണ്ടാണോ? ITIയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ദൂരവണ്ണ കേരള സമാജമായിട്ട് ബന്ധപ്പെടുന്നത്. 1975 മുതൽ ഞാൻ ആ സംഘടനയായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 87 ഞാൻ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയി. ജനറൽ സെക്രട്ടറി ആയിട്ട് അത് കഴിഞ്ഞിട്ട് 2000 വരെ 87 തൊട്ട് 2000 വരെ ദൂരവണ്ണ കേരള സമാജത്തിൻ്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം കാര്യങ്ങൾ ഞാൻ നടന്നിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട്. പല വർഷം ഇടയ്ക്ക് ചില വർഷങ്ങളിൽ ഞാൻ മാറിയിട്ട് വേറെ എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഞാൻ അവരുടെ കൂടെ അവരെ സഹായിച്ചുകൊണ്ട് വന്നിരുന്നു. ഇത് നല്ലൊരു ഓഫർ വന്നിരുന്നു. ഒരു സമയത്ത് എനിക്ക് നല്ലൊരു ഓഫർ വന്നിരുന്നു. ITIക്കാളും കൂടുതൽ സാലറി കിട്ടുന്നതും പിന്നെ തന്നെ ഒരു കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു സംഭവമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അവിടെ ഗാർഡൻ സിറ്റി കോളേജിൽ ചേർന്നു. അവിടെ എത്ര വർഷം? ഗാർഡൻ സിറ്റി കോളേജിൽ ഏകദേശം 13 വർഷം വർക്ക് ചെയ്തിരുന്നു. ഗാർഡൻ സിറ്റി കോളേജിൽ ചേർന്നതിനോട് ഏകദേശം അതൊരു കോർപ്പറേറ്റ് സ്ഥാപനം, ഒരു വളരെയധികം, അതായത് 3000 കോളേജ് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. താങ്കളെ വായനയിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? ആദ്യകാലത്തെ ഈ വായന, സാഹിത്യ പ്രവർത്തനം, അതുപോലുള്ള കാര്യങ്ങൾ. ആദ്യമായിട്ട് വായിച്ചിരുന്ന പുസ്തകത്തെ പറ്റി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ചെറുപ്പത്തിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു വായനശാലയുണ്ട്, വിജ്ഞാന വികാസിനി വായനശാല. ആ വായനശാലയിലുള്ള ഓൾമോസ്റ്റ് അന്നും ഉണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. ചെറുപ്പകാലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അച്ഛനമ്മമാർക്ക് ഈ നോവൽ വായിക്കുന്നതിനൊന്നും താല്പര്യമില്ല. പഠിക്കാനുള്ള പുസ്തകമുള്ളപ്പോൾ എന്തിനീ ഇതൊക്കെ വായിക്കുന്നതെന്നുള്ളൊരു ചോദ്യം. അതുകൊണ്ട് ഞാൻ സാധാരണ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് വന്നിട്ട് റൂം അടച്ചു കൂട്ടി അതിനുള്ളിൽ ഇരുന്നിട്ട് പഠിക്കുന്ന പോലെ ഇരുന്നിട്ടായിരുന്നു വായിച്ചിട്ടിരുന്നത്. എഴുതാൻ തുടങ്ങിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ മറ്റം സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിൻ്റെ വാർഷിക കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുമായിരുന്നു. സീനിയേഴ്സ് എല്ലാം നടത്തുമായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയി ഇരുന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ആരെയും അലോ ചെയ്തിരുന്നില്ല, കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ വിടാതിരുന്ന സമയത്ത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു താക്കോൽ ദ്വാരമുണ്ട്, അതിൽ കൂടെ നോക്കി എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന്. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈർക്കിൽ അതിനുള്ളിൽ നിന്ന് വന്നു. നല്ല കാലം കണ്ണിൽ കൊണ്ടില്ല. പക്ഷേ അന്ന് എനിക്കൊരു വിഷമമുണ്ടായി. ആ വർഷം തന്നെ ഞാനൊരു ചെറിയൊരു ഏകാംഗ നാടകം എഴുതി. ആ നാടകം എഴുതിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി മാസ്റ്റർ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ ചെറിയ നാടകം 10 മിനിറ്റോ 15 മിനിറ്റോ മറ്റോ ഉണ്ടായിരുന്നു, നടത്തണമെന്ന് പറഞ്ഞു. എന്തായാലും അന്നാണ് എഴുത്ത് തുടങ്ങിയത്. അങ്ങനെ പിന്നെ അതിനുശേഷം പല രീതിയിലുള്ള മലയാളമായിട്ട് അടുത്ത് പഴകാൻ സാധിച്ചിട്ടുണ്ട്.
കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കോളേജ് മാഗസിനിലേക്ക് ഞാനൊരു ഒരു ലേഖനം എഴുതി കൊടുത്തു. അതും ശരിയല്ല, ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്നുകൊണ്ട് തിരിച്ചു തന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാൻ തന്നെ ഒരു ബുക്ക് തുടങ്ങാമെന്ന് വെച്ചിട്ട് ഒരു ഹാസ്യമായിട്ട് ഒരു മാസിക തുടങ്ങി. കാളകൂടം എന്ന് പറഞ്ഞിട്ട് പേര് വിട്ടിട്ട് തുടങ്ങി. 2 വർഷം വളരെ വിചിത്രമായിട്ട് കുറേയധികം ആൾക്കാരത് വായിക്കുകയും അതിന് നല്ലൊരു പ്രചാരം കിട്ടി. അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ ബാംഗ്ലൂർ വരുന്നത്. ബാംഗ്ലൂർ വന്ന് 1975 73 ബാംഗ്ലൂർ വന്നു. 3 വർഷം ITIയിൽ ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ITIയിൽ തന്നെ ജോലി കിട്ടി. അതിനിടയ്ക്ക് ദൂരവണ്ണൂർ കേരള സമാജവുമായിട്ട് ബന്ധപ്പെട്ടു. ദൂരവണ്ണൂർ കേരള സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടു. ഇപ്പോൾ സാഹിത്യരംഗത്ത് സജീവമായിരിക്കുന്ന താങ്കളുടെ ആദ്യത്തെ പുസ്തകം ഏതായിരുന്നു? പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ തിരക്കേറിയ ജോലികൾ ഇടയ്ക്കൊന്നും പറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിലും പല ബുക്കുകളിലും ഇപ്പം ദൂരവണ്ണൂർ കേരള സമാജത്തിൻ്റെ DKS ന്യൂസ് ലെറ്റർ, അതിൽ തുടർച്ചയായിട്ട് ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. അത് കഴിഞ്ഞ് ഈവൻ ശ്രീനാരായണ സമിതിയുടെ സന്ദേശം മാസികയിൽ എൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിയുന്ന പല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ എഴുതിയിരുന്നു. പുസ്തക രൂപത്തിൽ എഴുതുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പത്രപ്രവർത്തകനായ ഒരു സുഹൃത്താണ് സഹായിച്ചത്. അദ്ദേഹം വളരെയധികം നിർബന്ധിച്ചു, നിങ്ങൾ കുറേ അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം കൊടുത്തിട്ട് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യണമെന്ന് എഴുതി. ഞാൻ തന്നെ അതെല്ലാം കൂടെ എടുത്തു വെച്ച് പഴയതെല്ലാം ഒന്ന് വീണ്ടും വെട്ടിത്തിരുത്തി കഥകൾ ഒരു കഥ രൂപത്തിലായിട്ട് ഏകദേശം ഈ പുസ്തകമാണ്. 6 കഥകളുള്ള ഒരു പുസ്തകം, പൂച്ചക്കന്നി സുന്ദരിയാണ് എന്ന പുസ്തകമാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ പ്രസിദ്ധീകരണം മലയാളത്തിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന, മലയാളത്തിലെ ഒരു പ്രമുഖ വാഗ്മിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ ആണ് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ദൂരവണ്ണൂർ കേരള സമാജത്തിൽ വെച്ചിട്ട് ബാംഗ്ലൂർ റൈറ്റേഴ്സ് ആൻഡ് റീഡേഴ്സ് ഫോറം നടത്തിയ ഒരു ഫംഗ്ഷനിൽ വെച്ചായിരുന്നു അതിൻ്റെ എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്തത്. തുടർന്നുള്ള പുസ്തകങ്ങളും അതിനോടൊപ്പം തന്നെ എൻ്റെ അടുത്ത പുസ്തകമാണ് ചിരിക്കുന്ന ചെരുപ്പുകൾ. ചിരിക്കുന്ന ചെരുപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ എഴുത്തുകളിലല്ല, എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ ഒരു വിവിധ തലങ്ങളിൽ സ്പർശിക്കുന്ന കഥകൾ തന്നെയാണ്. അതിലൊന്നാണ് ചിരിക്കുന്ന ചെരുപ്പുകൾ എന്ന് പറയുന്നത്. ചിരിക്കുന്ന ചെരുപ്പുകൾ ഒരു നക്ഷലിൽ പറയാം എന്താണ് ചിരിക്കുന്ന ചെരുപ്പുകൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് അനുഭവിച്ചിരുന്ന സമയത്ത് ന്യൂസ് പേപ്പർ വീടുകളിൽ ഇട്ടിട്ടാണ് അന്ന് ജീവിച്ചിരുന്നത്, ആദ്യത്തെ എൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഒരു ന്യൂസ് പേപ്പർ ഒരു വീട്ടിൽ കൊണ്ടിടുന്ന ഒരു മഴച്ചാറ്റിലുണ്ടായിരുന്നു. സാധാരണ റോഡിൽ നിന്നിട്ട് എറിയുവാണ്, സൈക്കിളിൽ ഇരുന്നിട്ട് എറിയുവാണ്. അന്ന് എറിയാൻ പറ്റില്ല, മഴ ഉള്ളതുകൊണ്ട് എറിയാൻ പറ്റിയില്ല. നേരെ സൈക്കിളിന് ഇറങ്ങി താഴെ ചെന്ന് അവിടെ ന്യൂസ് പേപ്പർ നനയാതെ അവിടെ വെച്ചിട്ട് വെക്കുന്ന സമയത്ത് ഗേറ്റ് തുറന്നുള്ളോട്ട് കയറുമ്പോൾ എൻ്റെ ഇട്ടിരുന്ന ഒരു റബ്ബർ ചെരുപ്പാണ്, എൻ്റെ ആൾപ്പാട് കഴിഞ്ഞിരിക്കുന്നൊരു ചെരുപ്പാണ്, അത് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കൊരു വലിയ ഒരു വിഷമം, ഈ ചെരുപ്പില്ലാണ്ട് നടക്കണമല്ലോ എന്ന് വെച്ചോ. പേപ്പർ വെച്ച സ്ഥലത്ത് കുറേ ചെരുപ്പുകൾ, നല്ല പുതിയ ചെരുപ്പുകൾ അടുക്കി വെച്ചേക്കുന്നു, ഷൂ ഒക്കെ അടുക്കി വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഒരെണ്ണം എടുത്ത് വെച്ചാൽ, ഒരെണ്ണം എടുത്തുകൊണ്ട് പോയാൽ ആരും അറിയത്തില്ല. എൻ്റെ അടുത്ത് ബാഗ് വരെ ഉണ്ട്, പേപ്പറിൻ്റെ ബാഗ് വരെ ഉണ്ട്, അതിനകത്ത് ഇട്ടുകൊണ്ട് പോയാൽ ആരും അറിയത്തില്ല. അപ്പോൾ ഞാനൊരു ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചു. പക്ഷെ അപ്പോഴും തോന്നി ഈ ജീവിക്കുന്ന ചെരുപ്പില്ലാതെ നടന്നാൽ തന്നെ മോഷ്ടിക്കണമെന്ന് തോന്നി. തിരിച്ച് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചിറങ്ങി. ഗേറ്റ് തിരിച്ചടയ്ക്കുമ്പോൾ എനിക്ക് തോന്നി ആ ചെരുപ്പുകളെല്ലാം എന്നെ നോക്കി ചിരിക്കുകയാണ്. അതാണ് ചിരിക്കുന്ന ചെരുപ്പുകൾ. ഈ പുതിയ പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണെന്ന് അറിഞ്ഞു, അതിനെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാം. ഒരു പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുസ്തകം പ്രിൻ്റായി കഴിഞ്ഞു. പക്ഷേ ഇനി ഞാൻ അതിൻ്റെ റിലീസിങ് ആയിട്ടില്ല. അതെൻ്റെ ഒരു ജീവിത പരിചയമാണ്, ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ആത്മകഥ കണ്ടിട്ട് മറ്റുള്ളവർ അതിനെപ്പറ്റി പഠിക്കാൻ അതിനൊന്നും ഉണ്ടല്ല. എൻ്റെ ഒരു സമാധാനം, ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇത് എഴുതാൻ തുടങ്ങിയത് ആ കോവിഡ് കാലത്താണ്. കുറേശ്ശെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരുന്നു. പിന്നെ അത് നല്ലപോലെ ഒരു പുസ്തക രൂപത്തിലാക്കി കേരള ബുക്ക് സ്റ്റോറാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 പുസ്തകങ്ങളും സുജിലി പബ്ലിക്കേഷൻസ്, കൊല്ലത്തുള്ള സുജിലി പബ്ലിക്കേഷൻസാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഈ പുസ്തകം കേരള ബുക്ക് സ്റ്റോറാണ്. അതിലും ഈ 3 പുസ്തകങ്ങളും
ഇത് നമ്മുടെ ആമസോണിൽ ലഭ്യമാണ്, അവൈലബിൾ ആണ്. ഇപ്പോൾ സാഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിക്കാം. അതായത് സാർ ഇപ്പോൾ ബാംഗ്ലൂരിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് 50 വർഷം തികയാണ്. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് 50 വർഷം തികയുന്നതും എൻ്റെ ജീവിതത്തിൽ 70 വർഷം തികയുന്നതായിട്ടുള്ള സന്ദർഭമായി ഇപ്പോൾ. അതുകൊണ്ട് ഈ ഓഗസ്റ്റിലാണ് എൻ്റെ ആ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ആ സമയത്ത് ഇതൊന്ന് ആഘോഷിച്ചാൽ കൊള്ളാമെന്നുള്ളത്. അന്നത്തേക്ക് റിലീസ് ചെയ്യാനാണ് എൻ്റെ ഈ ആത്മകഥ പുസ്തകം. അല്ല, അതിൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 50 വർഷമായി ബാംഗ്ലൂരിൽ വന്നിട്ട്, അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ വളരെ വിപുലമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ. അപ്പോൾ ഈ ആദ്യത്തെ 50 കൊല്ലം മുതൽ ഇങ്ങോട്ട് ബാംഗ്ലൂരിൻ്റെ ഗ്രാജുവലായിട്ടുള്ള പല രംഗങ്ങളിലും നമ്മൾ കാണുകയും അനുഭവപ്പെടുകയും ചെയ്ത പല കാര്യങ്ങളുണ്ടല്ലോ. ബാംഗ്ലൂരിൻ്റെ വളർച്ചയിലായാലും പോസിറ്റീവായും നെഗറ്റീവുമായുള്ള മാറ്റങ്ങളെ പറ്റിയതും സാറൊന്ന് ബ്രീഫായിട്ട് പറയാം. ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്ന് ഇറങ്ങുന്നത് 73-ലാണ്. അന്നത്തെ ക്ലൈമറ്റും ഇന്നത്തെ ക്ലൈമറ്റുമായിട്ട് പോലും വ്യത്യാസമുണ്ട്. അന്ന് ബാംഗ്ലൂർ ഇറങ്ങുന്ന സമയത്ത് പനിനീര് പോലായിരുന്നു, പനിനീര് പൊഴിയുന്ന പോലായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ട് കുറേ കാലമായി. ഒന്ന്, പിന്നെ വളർച്ചയിലാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സിറ്റി, ഈ ഓൾഡ് മദ്രാസ് റോഡിലെ ബാംഗ്ലൂർ സിറ്റിയുടെ അവസാനം ബെന്മിനേലി അവിടെ ചെക്ക് പോസ്റ്റ്, അന്നൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അവിടെയായിരുന്നു. ഇന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ സിറ്റി ഹോസ്പിറ്റലിലേക്ക് അപ്പുറം വളർന്നിട്ടുണ്ട്. അന്നത്തെ റിംഗ് റോഡ്, ഇങ്ങനൊരു റിംഗ് റോഡ് ഇവിടെ ഇല്ലായിരുന്നു. ബാംഗ്ലൂരിന് അടുത്ത റിംഗ് റോഡ് ഇല്ലായിരുന്നു. ഇവിടുന്ന് ഞാൻ ബാലസ്വാടി പോകണമെങ്കിൽ ഇവിടുന്ന് നേരെ ITI പോയിട്ട് അൽസൂർ പോയിട്ട് അതുവഴി വേണമായിരുന്നു പോകണം. ഇങ്ങനെ പോകുന്ന റോഡ് പോലും ഇല്ലായിരുന്നു, വളരെയധികം. പിന്നെ റിംഗ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ വിചാരിച്ചു പോയി, ഈ 4 റോഡിൻ്റെ ആവശ്യം എന്താണ്? അത്ര വൈഡായിട്ടുള്ള റോഡായിരുന്നു. ഏകദേശം ഒരു വർഷക്കാലത്തോളം ഈ 4 വൈഡായിട്ടുള്ള റോഡിൽ ആൾക്കാർ പോകാനില്ല, വെറും വിജനമായിട്ടുള്ള സ്ഥലം, പേടിച്ചിരുന്നു ആൾക്കാർ. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ആ റോഡിൽ ഇഞ്ച് ബൈ ഇഞ്ചായിട്ടാണ് ട്രാൻസ്പോർട്ട് ഗതാഗതം നടക്കുന്നത്. അങ്ങനെ ബാംഗ്ലൂർ വളരെയധികം വിപുലമായിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ്, അന്നത്തെ ക്ലൈമറ്റ് ഇന്നത്തെ ക്ലൈമറ്റോട്ട് ഒട്ടേറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് ബാംഗ്ലൂരിൽ അരനൂറ്റാണ്ട് കാലത്തെ ജീവിത പരിചയമുള്ള ആളാണ് താങ്കൾ. ഇപ്പോൾ ഈ ബാംഗ്ലൂരിൻ്റെ മാറി വരുന്ന ജീവിത പരിസ്ഥിതികളെ പറ്റി താങ്കളുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മലയാളി സമൂഹത്തിനിടയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ബാംഗ്ലൂർ കേരള സമാജം, ദൂരവാണിനഗർ കേരള സമാജം, യശവന്തപുരം കേരള സമാജം, കൈരളി നികേതൻ, ഇങ്ങനെ 3-4 സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാംഗ്ലൂരിൽ ആദ്യകാലങ്ങളിൽ. ബാംഗ്ലൂർ കേരള സമാജത്തിലാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് ബാംഗ്ലൂർ കേരള സമാജമാണ്. പക്ഷേ ബാംഗ്ലൂർ കേരള സമാജത്തിലാണെങ്കിൽ ഏകദേശം ഒരു വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട് വർഷങ്ങളോളം 14 വർഷത്തോളം നീണ്ടു നിന്ന് പിളർപ്പ് 2 ഗ്രൂപ്പായിട്ട് നിൽക്കുകയായിരുന്നു. അതിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാവാൻ എനിക്ക് സാധിച്ചു. കാര്യം ഞാനായിരുന്നു ഏറ്റവും അവസാനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി. TM ശ്രീധരനായിരുന്നു. മറുപക്ഷത്ത് ഞങ്ങൾ 2 പേരും 2 ഗ്രൂപ്പിനെയും പ്രതിനിധീകരിച്ചിട്ടാണ് അന്ന് ഈ 2 കേരള സമാജം കൂടെ ഒന്നായി. അതിനുശേഷമാണ് ബാംഗ്ലൂർ കേരള സമാജം വീണ്ടും ശക്തി ആർജിച്ചു വന്നത്. ഇപ്പം അന്ന് ഇവിടെ ജനസംഖ്യ കുറവായിരുന്നു, ഏറിയ കുറവായിരുന്നു. ഇപ്പം പിന്നെ അതുകൂടാതെ തന്നെ ധാരാളം മലയാളി സംഘടനകൾ തന്നെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അത് എങ്ങനെ ബാധിക്കും? നമ്മുടെ ഗുണപരമായിട്ട് തന്നെ ബാധിക്കില്ലേ? ബാംഗ്ലൂർ കേരള സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒത്തിരി ഏകദേശം ഇന്ന് വരുന്ന ഏകദേശം 100-150ഓളം മലയാളി സംഘടനകൾ വന്നിട്ടുണ്ട്. അന്നൊന്നും ആ ഒരു കാലത്തൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് ജാതി സംഘടനകളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംഘടനകളോ ഒന്നുമില്ലായിരുന്നു. എല്ലാം മലയാളി സംഘടനകൾ മാത്രമായിരുന്നു. അതിനുശേഷം ജാതിപരമായിട്ടുള്ള സംഘടനകൾ വന്നു, അല്ലാതെ മതപരമായിട്ടുള്ള സംഘടന വന്നു. അതല്ലാതെ തന്നെ ചെറിയ പോക്കറ്റ് സംഘടനകളെല്ലാം കുറേ അധികം വന്നു. ഇന്ന് ഏകദേശം 150 സംഘടനകളുണ്ട്. പക്ഷേ എല്ലാ സംഘടനകളും സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം അത് ബാംഗ്ലൂർ മലയാളികളുടെ ഒരു വളർച്ചയായിട്ട് തന്നെ വെക്കാം. എന്തുകൊണ്ടാണ് താങ്കൾ എഴുതുന്നത്? എന്തിനാണ് എഴുതുന്നത്? ഞാൻ എഴുതാൻ തുടങ്ങിയതും എഴുതുന്നതും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ജീവിത പരിചയങ്ങൾ, ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറേയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളെല്ലാം കോർത്തിണക്കിയിട്ട് ഒരു കഥാരൂപത്തിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനകത്തിൽ സാഹിത്യമായിട്ടുള്ള സൃഷ്ടികളുണ്ടാകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, ക്ലെയിം ചെയ്യുന്നില്ല. അതിനകത്തില്ല. സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഒരു സംസാര ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിപുലമായ അനുഭവ സമ്പത്തുള്ള ഒരാളാണ് താങ്കൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തൊഴിലരംഗത്തായാലും നമ്മുടെ സാഹിത്യ സംരംഭങ്ങളായാലും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തായാലും ഒക്കെ
നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അത്തരം ചില അനുഭവങ്ങൾ പറയാമോ? അത്തരം ചിലതല്ല, കുറേയധികം മറക്കാനാവാത്ത സംഭവങ്ങളുണ്ട്. ഒന്ന്, തുടക്കത്തിൽ തന്നെ 3 വർഷത്തെ ട്രെയിനിങ്, IT ടെലിഫോൺ ഇൻഡസ്ട്രീസിൽ 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ആ എക്സാമിനേഷനിൽ ടോപ്പ് റാങ്ക് ഞാനായിരുന്നു. അതിന് മാത്രമല്ല, ഇവിടുന്ന് എന്നെ ഈ 3 സംസ്ഥാനങ്ങളിലെ ചേർന്നിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ കോമ്പറ്റീഷൻ, നാഷണൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിലും ഞാൻ ബ്രോൺസ് മെഡലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാഷണൽ ലെവലിൽ. അതിനുശേഷം ജോലിക്ക് ചേർന്ന സമയത്തും അവിടെ ജോലി ചെയ്യുന്നതിൽ ഒരു സ്കിൽഡ് വർക്കർ എന്നുള്ളൊരു പേരായിരുന്നു എനിക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ MA പൊളിറ്റിക്സിന്, ബാംഗ്ലൂർ MA പൊളിറ്റിക്സിന് ചേർന്നിട്ട് പോളിടെക്നിക്കൽ പാസ്സായി. പോളിടെക്നിക്കും പാസ്സായി കഴിഞ്ഞിട്ടാണ് പിന്നെയും എനിക്ക് IT ഒന്നുകൂടെ പ്രൊമോഷൻ കിട്ടി IT ജോലി ചെയ്തത്. പക്ഷേ IT ഉള്ളിലെ അനുഭവങ്ങൾ, ഉണ്ടാകുന്ന അനുഭവങ്ങൾ പറഞ്ഞാൽ, ഞാൻ അവിടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എപ്പോഴും വളരെയധികം രസകരമായിട്ട് ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. അതിൽ ചില ആൾക്കാരുണ്ട് നമ്മൾ കുറച്ച് കോമഡി ചെയ്യുന്ന ആൾക്കാർ. എന്തെങ്കിലും പറഞ്ഞാൽ അവർ കൂടുതൽ പ്രകോപിക്കും. അപ്പോൾ അതൊരു രസം, എല്ലാവർക്കും ചിരിക്കാനൊക്കെയുള്ള സമ്മതമാണ്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ കാട്ടിയിട്ട് വെക്കുക. ഒത്തിരി കുറേയധികം പറയാനുണ്ട്. ഒന്ന് മാത്രം പറയാം. ഈ കംപ്രസ്ഡ് എയർ ഉണ്ട്, വർക്ക്ഷോപ്പാണ്, ഈ ടൂൾ റൂമാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതിനുള്ളിൽ കംപ്രസ്ഡ് എയർ ഉണ്ട്. വർക്ക് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനൊക്കെ ഉള്ളതാണ്. പക്ഷേ അവിടെ ഒരാളുണ്ട്, പോകുന്ന സമയത്ത് കൈയെല്ലാം കഴുകിയിട്ട് വന്നിട്ട് ഈ എയർ ഒരു പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ ഫുള്ള് ദേഹത്തെല്ലാം ഇങ്ങനെ അടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. ഇയാളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇയാൾ കൈ കഴുകാൻ പോകുന്ന സമയത്ത് നോക്കിയിട്ട് ഈ പൈപ്പിനകത്തിൽ ഒരു ചെറിയ കോട്ടൺ വേസ്റ്റ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് അടച്ചു വെക്കും. ആ പോകുന്ന സമയത്ത് ഇയാൾ പോകുന്ന സമയത്തേക്ക് ട്രെയിനായി പോകുന്ന സമയത്ത് വന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഈ അദ്ദേഹത്തെല്ലാം വെള്ളം വീഴുക. ആ ഒരു 350 പേരുള്ള ആ ഹാങ്ങറിലുള്ള എല്ലാവരും ഉണ്ട്, ഇത് കാണാനുണ്ട്, ചിരിക്കാനുണ്ട്. അങ്ങനെ ചെറിയതായിട്ടുള്ള കുറേയധികം അനുഭവങ്ങളല്ല, ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എപ്പോഴും രസകരമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെയ്യുന്ന ആളിനും വലിയ വിഷമമൊന്നുമില്ല. ദേഷ്യപ്പെടുത്തുന്നത് അന്നേ തൽക്കാലത്തേക്ക് ദേഷ്യപ്പെടാനും വേണം, നമ്മുടെ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ IT കണ്ടത് P. ദിവാകരൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. ഞാനവിടെ IT ചേർന്നതിൻ്റെ നെക്സ്റ്റ് തന്നെ പുള്ളി എന്നെ അന്വേഷിച്ച്, എങ്ങനെയോ ആരോ പറഞ്ഞു കേട്ട് അന്വേഷിച്ച് വന്ന് കണ്ട് പരിചയപ്പെട്ടു. ആ ഫ്രണ്ട്ഷിപ്പ് ഇന്നും തുടരുന്നുണ്ട്, ഇന്നും ഉണ്ട്, എൻ്റെ കൂട്ടത്തിലുണ്ട് അദ്ദേഹം. ശ്രീ P. ദിവാകരനെ കുറിച്ച് എന്തെങ്കിലും കൂടി പറയാമോ? P. ദിവാകരൻ ഒരു വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്ത ഒരാളാണ്. തുടങ്ങിയത് ആക്ച്വലി ആദ്യമൊക്കെ അദ്ദേഹം എല്ലാവരെയും സഹായിച്ച് ഈ മലയാളികൾ മിക്കവാറും എല്ലാം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ ഒരു വീട് കാലിയായി അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ്. അതിന് ദിവാകരനുണ്ട്, അദ്ദേഹം ഉണ്ട് അവിടെ, വോളണ്ടിയറായിട്ട് അദ്ദേഹം ഉണ്ട്, അത് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ സഹായം ചെയ്ത് നമ്മുടെ ആ സഹായം ഏറ്റുവാങ്ങിയവർ തന്നെ പുള്ളിക്കൊരു പേരിട്ട് പോർട്ടറാണ്. കളിയാക്കിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം അതിന് തന്നെ കുറേയധികം ആൾക്കാർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ തുടങ്ങിയിട്ട് പിന്നെ IT ട്രേഡ് യൂണിയൻ രംഗത്തിൽ പുള്ളി IT ഹോസ്പിറ്റൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കമ്മിറ്റിയിൽ വഴി കുറേയധികം ആൾക്കാർക്ക് അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ രംഗത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിന് കുറേയധികം ആൾക്കാർക്ക് പ്രയോജനമായിട്ടുണ്ട്. ദൂരമന്നാർ കേരള സമാജത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 2 ടൈം അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഇന്ദിരാനഗർ KNE ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഒരു വർഷം. അങ്ങനെ കുറേയധികം ആൾക്കാർക്ക് ഇവിടെ ദൂരമന്നാറിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ P. ദിവാകരനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നല്ലൊരു അഭിനേതാവായിരുന്നു. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് വിന്നറുമാണ്. ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ചലനങ്ങളെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ കോളേജുകൾ മാത്രമായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്നാണ് ആ കോളേജുകളെല്ലാം വലിയ സ്ഥാപനങ്ങളാവുകയും പിൽക്കാലത്ത് ഇപ്പോൾ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ഒരു കോളേജായിരുന്നു, 3-4 കോഴ്സ് മാത്രമുള്ള ഒരു കോളേജായിട്ട് തുടങ്ങിയിട്ട് പിൽക്കാലത്ത് അത് ഒരു ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. എന്ന് പറയുന്ന പോലെ തന്നെ ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളും പിന്നീടാണ് വളർന്ന് വലിയ യൂണിവേഴ്സിറ്റി വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ IT വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഡോക്ടർ ജോസഫായിട്ട് മീറ്റ് ചെയ്തു ഒരു സമയത്ത്. അതും
ദൂരവന കേരള സമയത്തിൻ്റെ ഒരു ഓണാഘോഷ പരിപാടിയിൽ അദ്ദേഹം അതിഥിയായിട്ട് മുഖ്യ അതിഥിയായിട്ട് വന്ന സമയത്താണ്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചതാണ്, SK ഐ കാൻ യു കം, എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തോന്നിയതാണ്. എന്നാൽ പിന്നെ എനിക്കൊരു പുതിയൊരു എക്സ്പോഷർ അല്ലേ, അങ്ങനെ അതിലേക്ക് ഇറങ്ങിയതാണ്. അതിലെനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാര്യം എൻ്റെ ജീവിതം സ്റ്റൈൽ തന്നെ മാറിയിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടും ബന്ധപ്പെടാനും സാധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അതിനുശേഷം അവിടെ നിന്നുള്ള ഒരു റിട്ടയർമെൻറ്റ് സമയത്താണ് ഞാൻ എഡ്യൂടെക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ചെറിയ വിദ്യാഭ്യാസ പരിപാടികൾ ആയിട്ട് തുടങ്ങി. ആദ്യം തുടങ്ങിയത് ഒരു IAS ഫെമിലറൈസേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ ചെറിയ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് IAS എന്താണെന്നും IASൻ്റെ എക്സാമിനേഷൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നും പരിചയപ്പെടുത്തുന്ന ഒരു മാർഗം. വളരെ നന്നായി തോന്നി. ഞാൻ വളരെയധികം കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുത്തു. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ആ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരു പരിചയം ഉണ്ടാക്കി കൊടുക്കുക. അത് വളരെ നന്നായി വർക്ക് ചെയ്തു. അതായത് ഈ IAS എക്സാമിനേഷൻസിൻ്റെ പ്രിലിംസ്, ഫൈനൽസ് ഇത് നടത്തുന്നത് അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വെച്ചിട്ട് എക്സാമിനേഷൻ നടത്തുക. 6, 7, 8, 9, 10, 10ാം ക്ലാസ്സിലൊക്കെ വരെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ എന്താണെന്നുള്ളത് വന്ന് മനസ്സിലാക്കണം. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ബാംഗ്ലൂരിലുള്ള പല സ്കൂളിൽ നിന്നുള്ളത്. അപ്പോൾ അത് പക്ഷേ ഈ കോവിഡിന് ശേഷം അത് വീണ്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം അന്ന് നടത്തിക്കൊണ്ടിരുന്ന കൊച്ചിൻ ബേസ്ഡ് കമ്പനിയായിരുന്നു അത് നടത്തിയിരുന്നത്. അവർക്കത് തുടരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ ഒരു കിൻഡർ ഗാർഡൻ സ്കൂൾ തുടങ്ങി. കിഡ്സി സീലിയൻ കമ്പനിയുടെ കിഡ്സി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഇവിടെ എൻ്റെ വീടിനോട് അടുത്ത് തന്നെ തുടങ്ങി. ഏകദേശം 150 കുട്ടികളോളം എല്ലാ വർഷവും പഠിക്കുന്നുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ ഇപ്പോൾ ഒരു ലാൻഡ്മാർക്കായി കിഡ്സി രാമമൂർത്തി നഗർ എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്കായിട്ട് മാറിയിരിക്കുകയാണ്. Okay, this Saturday we have Father's Day celebration with playgroup nursery parents and junior senior KG parents. So we are going to have a games and photo shoot, selfie corners and excited games for all the fathers. So we'll do the best to perform this program, teachers. ഇത്രയും നാളത്തെ അനുഭവ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ ബാംഗ്ലൂർ മലയാളികളോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഈ ജാതി മത ചിന്തകളൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് എല്ലാവരും ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളിലേക്ക് കൂടുതൽ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാനുള്ളത്. ജാതിമത സംഘടനകൾ വേണ്ടെന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് കേരള സമാജം പോലുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.